ഹലോ എവരി വൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജൈനിസത്തിനെ കുറിച്ചായിരുന്നു പഠിച്ചത്. അപ്പോൾ ജൈനിസത്തിൻ്റെ ഫൗണ്ടർ ആരായിരുന്നു? വർദ്ധമാന മഹാവീര. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബുദ്ധിസത്തിനെ കുറിച്ചാണ്. ബുദ്ധിസത്തിൻ്റെ ഫൗണ്ടർ ആരായിരുന്നു? ഗൗതമ ബുദ്ധ. നമ്മൾ ജൈനിസത്തിൽ കുറച്ച് പ്രിൻസിപ്പിൾസ്, പിന്നെ അവരുടെ പുസ്തകം, അവരുടെ ടീച്ചിങ്സ്, ഇതെല്ലാം നമ്മൾ പഠിച്ചായിരുന്നു. ഈ സെയിം സാധനങ്ങൾ ബുദ്ധിസത്തിൽ എങ്ങനെയാണ് ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിരുന്നത്? അതായത് ബുദ്ധിസത്തിൻ്റെ ടീച്ചിങ്സ് എന്തായിരുന്നു, ബുദ്ധിസത്തിൻ്റെ ഫൗണ്ടർ എന്തായിരുന്നു ബുദ്ധിസത്തിൻ്റെ ആ ഒരു കണ്ടൻറ്റ്, അല്ലെ ബുദ്ധിസം ഈ ലോകത്തിന് നൽകിയ മെസ്സേജ് എന്താണ്? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കാൻ പോകുന്നത്. അപ്പോൾ ബുദ്ധിസത്തിൻ്റെ ഫൗണ്ടർ ആരായിരുന്നു? ഗൗതമ ബുദ്ധ. ഈ ഗൗതമ ബുദ്ധയും മഹാവീരയും തമ്മിൽ കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ അവർ തമ്മിൽ കുറച്ച് ഡിഫറൻസസും ഉണ്ട്. അതിൽ ആദ്യമത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബുദ്ധ പിന്തുടർന്നത് മിഡിൽ പാത്തായിരുന്നു. അപ്പം ബുദ്ധ സ്ട്രെസ് ചെയ്തിരുന്ന എന്തിലായിരുന്നു? മിഡിൽ പാത്തിലായിരുന്നു. നമ്മളതെന്താണെന്ന് പറയാം. അപ്പോൾ ബുദ്ധിസത്തിൻ്റെ ഫൗണ്ടർ ആരാണ്? ഗൗതമ ബുദ്ധ. അദ്ദേഹം ഒരു റോയൽ ഫാമിലിയിൽ ഒരു രാജകുമാരനായിട്ടായിരുന്നു അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ശുദ്ധോധന എന്നായിരുന്നു. അദ്ദേഹം കപിലവസ്തുവിലെ രാജാവായിരുന്നു. അപ്പം ബുദ്ധൻ്റെ അച്ഛൻ ശുദ്ധോധനൻ കപിലവസ്തുവിലെ രാജാവായിരുന്നു. 567 BC ബുദ്ധൻ ജനിക്കുന്നത്. എവിടെയാണ്? ലുംബിനി എന്ന് പറയുന്ന സ്ഥലത്ത്, ലുംബിനി ഗാർഡൻ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. ഇനി ബുദ്ധൻ്റെ യഥാർത്ഥ പേരെന്ന് കരുതപ്പെടുന്നത് സിദ്ധാർത്ഥ എന്നാണ്. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ യാതൊരു തരത്തിലുള്ള ഈ വേൾഡിലി ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നും അദ്ദേഹത്തിന് വലിയ ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഉള്ളൊരു വ്യക്തി ആയിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സ് മാറ്റാനായിട്ട്, അതായത് അദ്ദേഹം ഒരു രാജകുമാരനാണ്, പക്ഷേ അതിൻ്റേതായിട്ടുള്ളൊരു ഫീലിങ്സ് ഒന്നും അദ്ദേഹത്തിനില്ല. സാധാരണ ഒരാളുടെ ജീവിതം പോലെ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്ത് ചെയ്തു? അദ്ദേഹത്തെ കൊണ്ടൊരു വിവാഹം കഴിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു രാജകുമാരിയായിരുന്നു, സുന്ദരിയായ ഒരു രാജകുമാരിയായിരുന്നു. അവരുടെ പേരാണ് യശോധര. അദ്ദേഹത്തിന് ആ സമയത്ത് 19 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്കൊരു മകൻ ജനിക്കുകയാണ്. ആ മകൻ്റെ പേരെന്താണ്? രാഹുൽ. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, മഹാവീരന് നോളേജ് കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ ബുദ്ധനും നോളേജ് കിട്ടുന്നുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫാമിലീനെ ഉപേക്ഷിച്ച് പോകുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് ഫാമിലി ലൈഫൊന്നും അത്ര കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. മെറ്റീരിയൽ ലൈഫ്, അതായത് പണം, സ്വത്ത്, ഇതൊന്നും അദ്ദേഹത്തെ രസിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ച് പോവുകയാണ്. നോളേജും അറിവ് തേടി പോവുകയാണ്. അപ്പോൾ ആ ഒരു പ്രക്രിയ, അദ്ദേഹം എല്ലാവരെയും, ഭാര്യയും അച്ഛനെയും അമ്മേനെയും മകനെയും എല്ലാം ഉപേക്ഷിച്ച് പോകുന്ന ആ ഒരു പ്രക്രിയനെ അറിയപ്പെടുന്ന പേരാണ് ഗ്രേറ്റ് റിനൗൺസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഗ്രേറ്റ് റിനൗൺസിയേഷൻ? ഈ വേൾഡ്ലി ലൈഫും എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം നോളേജ് തേടി, യഥാർത്ഥമായ അറിവ് തേടി പോകുന്നു. അതിനെയാണ് ദ ഗ്രേറ്റ് റിനൗൺസിയേഷൻ എന്നറിയപ്പെടുന്നത്. ഇതിന് പ്രധാനമായിട്ട് ഈ ഗ്രേറ്റ് റിനൗൺസിയേഷൻ എന്ന് പറയുന്ന ഇതിന് അദ്ദേഹം മുതിർന്നത് എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ രഥത്തിലിങ്ങനെ പോകുമായിരുന്നു. അപ്പം ആദ്യമേ അദ്ദേഹം ഒരു വയ്യാത്തൊരു മനുഷ്യനെ കണ്ടു, ഒരു സിക്ക് മാൻ, ഒരു വയ്യാത്തൊരു മനുഷ്യനെ കണ്ടു. പിന്നീട് അദ്ദേഹം കാണുന്ന രണ്ടാമത്തെ കാഴ്ച എന്ന് പറയുന്നത് ഒരു വയസ്സായ വൃദ്ധനെ കാണുന്നു. അതായത് മുതുക് വളച്ച് കുനിഞ്ഞ് ഒരുമാതിരി കൂന് പിടിച്ച് പോകുന്ന പോലത്തെ ഒരു വൃദ്ധനെ കണ്ടു. അടുത്തതായി അദ്ദേഹം കാണുന്നത് ഒരു ഡെഡ് ബോഡിയാണ്. അത് ഒരു മരിച്ച ആൾ, അതുണ്ടാക്കുന്ന ആ ഒരു പെയിൻ, വേദന, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ കരയുന്നു. അപ്പോൾ ഈ 3 സൈറ്റ്, അതായത് 3 ഇൻസിഡൻസ് ആണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റുന്നത്. അദ്ദേഹത്തിന് പാലസ്, അദ്ദേഹത്തിൻ്റെ വേൾഡ്ലി ലൈഫ്, ഇതെല്ലാം ഉപേക്ഷിച്ച് യഥാർത്ഥമായിട്ടുള്ള അറിവ് നേടിയെടുക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നാനുള്ള മെയിനായിട്ടുള്ള 3 ഇൻസിഡൻറ്റ്, അതായത് ദ ഗ്രേറ്റ് റിനൗൺസിയേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു 3 ഇൻസിഡൻ്റാണ് നമ്മളീ പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം ഒരു രാത്രി അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനെയും അച്ഛനെയും അമ്മേനെയും എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം 29ാമത്തെ വയസ്സിൽ അദ്ദേഹം പോവുകയാണ്. ഈ സംഭവമാണ് ദ ഗ്രേറ്റ് റിനൗൺസിയേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി നമ്മൾ പറഞ്ഞു, മഹാവീരനും ഈ പറയുന്ന നോളേജ് അന്വേഷിച്ചായിരുന്നു ഇറങ്ങിയിരുന്നത്. അപ്പോൾ ബുദ്ധനും ഇതേ നോളേജ് അന്വേഷിച്ചാണ് ഇറങ്ങുന്നത്.
ഇനി അദ്ദേഹം അത് അറ്റൈൻ ചെയ്യുന്നുണ്ട്. എന്നാണ്? 532 BC അദ്ദേഹം, അതായത് ബുദ്ധന്, ഈ പറയുന്ന ആ ഒരു റിയൽ നോളജ് അല്ലെങ്കിൽ ട്രൂ നോളജ് അദ്ദേഹം അക്വയർ ചെയ്യുന്നത് 532 BC. അദ്ദേഹം വീട് വിട്ടിറങ്ങിയ സമയത്ത് അദ്ദേഹം കാട്ടിലൂടെ, ഏതാണ്, ഉരവേലക്കാട്, അത് ഗയയുടെ അടുത്തുള്ള ഒരു ഉരവേലക്കാടെന്ന് പറയുന്ന ആ ഒരു കാട്ടിലൂടെ അദ്ദേഹം സിവിയർ ആയിട്ടുള്ള, മഹാവീരൻ അനുഷ്ഠിച്ച പോലത്തെ സിവിയർ ആയിട്ടുള്ള പെനൻസും അനുഷ്ഠിച്ച് നടക്കുകയാണ്. അതായത് ശരീരമൊക്കെ ടോർച്ചർ ചെയ്ത്, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള 6 വർഷത്തേക്ക് അദ്ദേഹം പെനൻസും ചെയ്ത് നടക്കുകയായിരുന്നു. മഹാവീരനെ പോലെ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ബോഡി ഒരു മിയർ സ്കെൽട്ടൺ, അസ്ഥിമഞ്ജരം പോലെയായി അദ്ദേഹം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം കുഴഞ്ഞു വീഴുകയാണ്. അങ്ങനെ അതുവഴി വന്ന ഒരു പെൺകുട്ടി അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് പാല് കൊടുക്കും. അങ്ങനെയാണ് അദ്ദേഹം ജീവിതത്തിലൂടെ തിരിച്ചു വരുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം മരണപ്പെട്ടേനും. അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ വെറും സഫറിങ്ങും പെനൻസും ശരീരത്തിന് ഉപദ്രവിച്ചതുകൊണ്ടും ആ ഒരു സഫറിങ് നേടിയെടുത്തതുകൊണ്ടും മാത്രം പറ്റത്തില്ല, അദ്ദേഹത്തിന് ട്രൂത്ത് കിട്ടത്തില്ല. വേറെന്തെങ്കിലും ഒരു മാർഗം അദ്ദേഹം കണ്ടുപിടിക്കണം. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം ഒരു ബാനിയൻ ട്രീയുടെ, ആൽമരത്തിൻ്റെ ചോട്ടിൽ ഇരിക്കുന്ന സമയത്ത് ട്രൂ ലൈറ്റ്, അതായത് ഒരു വെളിച്ചം, സത്യത്തിൻ്റെ ഒരു വെളിച്ചം അദ്ദേഹത്തിലേക്ക് വീശുകയും ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധ എന്ന പേര് ലഭിക്കുന്നത്. അതിനർത്ഥം എന്താണ്? എൻലൈറ്റൻഡ് വൺ. അതായത് എൻലൈറ്റൻഡ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായ അറിവ് നേടിയെടുത്തവൻ എന്നാണ് എൻലൈറ്റൻഡ് വണ്ണിൻ്റെ അർത്ഥം. അതായത് ബുദ്ധൻ്റെ അർത്ഥം എന്താണ്? ശരിയായ അറിവ് നേടിയെടുത്ത വ്യക്തി എന്നാണ് ബുദ്ധൻ്റെ അർത്ഥം. ഇതെന്നാണ് സംഭവിക്കുന്നത്? 532 BC. ആ സമയത്തിന് അദ്ദേഹത്തിന് 35 വയസ്സായിരുന്നു. ഇന്ന് ബുദ്ധന് ഈ പറഞ്ഞ എൻലൈറ്റ്മെൻറ്റ് ലഭിച്ച ആ ഒരു ആൽമരം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ സ്ഥലത്ത് ഇന്ന് എന്താണെന്നാണ് പറയുന്നത്? മഹാബോധി ടെമ്പിളാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ, ആ സ്ഥലത്ത്. അതായത് ബുദ്ധന് എൻലൈറ്റ്മെൻറ്റ് ലഭിച്ച, അല്ലെങ്കിൽ യഥാർത്ഥമായ ട്രൂത്ത് ലഭിച്ച ആ ഒരു സ്ഥലത്ത് ഇപ്പം നിൽക്കുന്നത് മഹാബോധി ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ടെമ്പിളാണ്. ഇത് ലോകത്തുടനീളമുള്ള എല്ലാ ബുദ്ധമതത്തിലുള്ള ആളുകൾക്കും ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷനാണ് ഈ മഹാബോധി ടെമ്പിൾ. കാര്യം എന്താണ്? അവർ ദൈവത്തെ പോലെ കരുതുന്ന, ഇല്ലെങ്കിൽ അവരുടെ മതത്തിൻ്റെ ഫൗണ്ടറിന് ആ ഒരു എൻലൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ട്രൂത്ത് ലഭിച്ച സ്ഥലമാണ് ഈ പറയുന്ന മഹാബോധി ടെമ്പിൾ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം എന്തൊക്കെയായിരുന്നു പഠിപ്പിച്ചിരുന്നത്, എങ്ങനെയായിരുന്നു പഠിപ്പിച്ചിരുന്നത് നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ ആദ്യമത്തെ സെർമൺ അല്ലെങ്കിൽ ആ ഒരു പ്രസംഗം നടത്തിയത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്പീച്ച് നടത്തിയത് സാർനാഥിനടുത്തുള്ള വാരണാസിയിലെ ഒരു ഡിയർ പാർക്കിലാണ്. എന്നിട്ട് അഞ്ച് വ്യക്തികളെ ഇദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിളായിട്ട്, ശിഷ്യന്മാരായിട്ട് കൺവേർട്ട് ചെയ്തു. ഈ ഇവൻ്റ് അറിയപ്പെടുന്നതാണ് ധർമ്മചക്ര പരിവർത്തന എന്ന്. ധർമ്മചക്ര പരിവർത്തന. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇംഗ്ലീഷ് ടേം നമുക്ക് കേൾക്കാം, ടേണിങ് ഓഫ് ദ വീൽ ഓഫ് ലോ. ധർമ്മചക്ര പരിവർത്തന, ടേണിങ് ഓഫ് ദ വീൽ ഓഫ് ലോ. അതായത് ധർമ്മത്തിൻ്റെ ചക്രം കറക്കുക, അതാണ് ഇംഗ്ലീഷിൽ പറഞ്ഞേക്കുന്നത്. അപ്പം എന്താണ് ഈ ധർമ്മചക്ര പരിവർത്തന എന്ന് പറയുന്നത്? 5 ഡിസൈപ്പിൾസിനെ സാർനാഥിനുള്ള ഡിയർ പാർക്കിൽ വെച്ച് അദ്ദേഹം 5 ശിഷ്യന്മാരെ ബുദ്ധിസത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ സംഭവത്തെയാണ് ധർമ്മചക്ര പരിവർത്തന അല്ലെങ്കിൽ ടേണിങ് ഓഫ് ദ വീൽ ഓഫ് ലോ എന്ന് ബുദ്ധിസത്തിൻ്റെ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഏകദേശം 45-ാമത്തെ വയസ്സ് വരെ അദ്ദേഹം 45 വർഷത്തേക്ക് അദ്ദേഹം മതപരമായിട്ടുള്ള എല്ലാതരം ബുദ്ധൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ട്രൂത്ത് നേടിയെടുക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ലൈഫ് ജീവിക്കേണ്ടത്, അങ്ങനെയുള്ള റിലീജിയസ് ആയിട്ടുള്ള എല്ലാ പഠനങ്ങളും അദ്ദേഹം ഈ 45 വർഷത്തിനകം പ്രീച്ച് ചെയ്തിരുന്നു, അല്ലെങ്കിൽ പഠിപ്പിച്ചിരുന്നു എല്ലാവരെയും. ഇതിനിടയിൽ അദ്ദേഹം കപിലവസ്തു വിസിറ്റ് ചെയ്തു. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ അച്ഛനെയും മകനെയും റിലേറ്റീവ്സിനെയും എല്ലാവരെയും തന്നെ ശിഷ്യന്മാരാക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം കപിലവസ്തുവിലെത്തി അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സിനെ എല്ലാവരെയും തന്നെ ഒരുപാട് ഡിസൈപ്പിൾസ് ആക്കി, ശിഷ്യന്മാരാക്കി. ഇനി മഗധയുടെ കാര്യം പറയുകയാണെങ്കിൽ, മഗധയും കോശലയും ഒരുപാട് ജനങ്ങൾ, മഗധയിലെയും കോശലയിലെയും ഒരുപാട് ജനങ്ങൾ, അതായത് രാജാക്കന്മാരുൾപ്പെടെയുള്ള ഒരുപാട് ജനങ്ങളെ അദ്ദേഹം ബുദ്ധിസത്തിലോട്ട് കൺവേർട്ട് ചെയ്തു. അദ്ദേഹത്തിൽ എല്ലാ രാജാക്കന്മാരും വിശ്വസിച്ചിരുന്നു, പ്രത്യേകിച്ച് മഗധയിൽ.
ഇനി ഈ ബുദ്ധിസത്തിന് ഇത്രയും പ്രചാരണം കിട്ടാനുള്ള കാരണം തന്നെ ഈ പറയുന്ന ഒരു മഗധയിലെയൊക്കെ രാജാക്കന്മാരാണ്. ഇനി മറ്റൊരു പ്രത്യേകത, അദ്ദേഹം ബുദ്ധിസ്റ്റ് സംഘ എന്ന് പറയുന്നൊരു സ്ഥാപനം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അത് തുടങ്ങി. എന്തായിരുന്നു അത്? ബുദ്ധിസ്റ്റ് സംഘം എന്തായിരുന്നു? അതായത് ഈ ബുദ്ധിസ്റ്റ് മോങ്സ് ഉണ്ടല്ലോ, ബുദ്ധ സന്യാസിമാരുടെ ഒരു സംഘടന പോലെയായിരുന്നു ഈ പറയുന്ന ബുദ്ധിസ്റ്റ് സംഘ എന്ന് പറയുന്നത്. ഭിക്ഷൂസ് എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് മോങ്സ് ആണല്ലേ, ബുദ്ധ സന്യാസിമാരാണ് ഈ ഭിക്ഷൂസ് എന്നറിയപ്പെടുന്നത്. അവരുടെ ഒരു ഓർഡറാണ് ഈ പറയുന്ന ബുദ്ധിസ്റ്റ് സംഘ എന്ന് പറയുന്നത്. ഈ ബുദ്ധിസ്റ്റ് സംഘ ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിസം മാക്സിമം പ്രൊമോട്ട് ചെയ്ത് സ്പ്രെഡ് ചെയ്യുക എന്നതാണ് ഈ പറയുന്ന ബുദ്ധിസ്റ്റ് സംഘയുടെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് ഈ ബുദ്ധിസ്റ്റ് സംഘയുടെ ഫോർമേഷൻ വളരെയധികം ബുദ്ധിസത്തിൻ്റെ സ്പ്രെഡിനെ സഹായിച്ചിരുന്നു. ഇനി നമുക്ക് ബുദ്ധിസത്തിൻ്റെ സ്പ്രെഡ് എവിടം വരെ ആയിരുന്നു എന്ന് നോക്കാം. ടിബറ്റ്, ചൈന, സെൻട്രൽ ഏഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഇവിടെയെല്ലാം തന്നെ ബുദ്ധിസം സ്പ്രെഡ് ചെയ്തിരുന്നു. ബുദ്ധിസം സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള മെയിൻ കാരണം 3rd സെഞ്ച്വറി BC അശോക, നമുക്കറിയാം അശോക ചക്രവർത്തി മൗര്യ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും ശക്തനായ റൂളറായിരുന്ന അശോക ചക്രവർത്തി, അദ്ദേഹം ബുദ്ധിസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പാറ്റേൺ ആയിരുന്നു. അതായത് അദ്ദേഹം ബുദ്ധിസത്തിലോട്ട് കൺവേർട്ട് ചെയ്യുകയും യുദ്ധവും ബാക്കി കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുകയും ബുദ്ധിസത്തിൻ്റെ ആ ഒരു സ്പ്രെഡിന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് അശോക എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മകനെയൊക്കെ ശ്രീലങ്കയിലോട്ടൊക്കെ അയക്കുകയും പിന്നീട് വെസ്റ്റ് ഏഷ്യൻ കൺട്രീസിലോട്ടും അശോകൻ അദ്ദേഹത്തിൻ്റെ മിഷനറി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിരുന്നു. അപ്പോൾ ബുദ്ധിസത്തിൻ്റെ ഏറ്റവും അധികം സ്പ്രെഡിന് കാരണമായിട്ടുള്ള വ്യക്തി അശോക ചക്രവർത്തിയാണ്. ഇനി മറ്റൊരു റൂളറുണ്ട്, കനിഷ്കയുടെ കാര്യമാണ് പറയുന്നത്. അദ്ദേഹം ബുദ്ധിസം അഫ്ഗാനിസ്ഥാനിലും സെൻട്രൽ ഏഷ്യയിലും 1st സെഞ്ച്വറി AD പിന്നീട് അവിടുന്ന് ചൈനയിലോട്ടും കൊറിയയിലോട്ടും ജപ്പാനിലോട്ടും പുതിയൊരു ഫോമിൽ ബുദ്ധിസം സ്പ്രെഡ് ചെയ്യാൻ സഹായിച്ച വ്യക്തിയാണ് കനിഷ്ക എന്ന് പറയുന്നത്. ഇനി ബുദ്ധിസത്തിൽ നമ്മൾ നേരത്തെ ജൈനിസത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ജൈനിസത്തിൽ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു, ദിഗംബരാസും ശ്വേതംബരാസും. അതേപോലെ തന്നെ ഈ ഹിന്ദുയിസത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കാരണം തന്നെ ബുദ്ധിസവും പിന്നീട് പിൽക്കാലത്ത് 2ആയിട്ട് ഡിവൈഡ് ആയിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഹീനയാന ബുദ്ധിസവും മഹായാന ബുദ്ധിസവും. ഇനി ഹീനയാന എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ലെസർ വെഹിക്കിൾ, അതായത് ചെറിയ വെഹിക്കിൾ എന്നാണ്. ഇനി മഹായാന എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ, അത് നമുക്ക് ആ വാക്കിൽ തന്നെ ഉണ്ട്, മഹായാന ഹീനയാന. ഹീനയാന എന്ന് പറഞ്ഞാൽ ലെസറും മഹായാന എന്ന് പറഞ്ഞാൽ ഗ്രേറ്ററും. ഇനി ഹീനയാന സെക്റ്റിലുള്ള ആ ഒരാളുകൾ ബുദ്ധൻ്റെ ടീച്ചിങ്സ് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുകയും, ഇനി മഹായാന സെക്റ്റ് ഇവർ രണ്ടുപേരും വേർതിരിക്കുന്നത് എന്താണെന്നറിയോ? മഹായാന സെക്റ്റിലുള്ളവർ ബുദ്ധനെ ഒരു ദൈവമായിട്ട് കണ്ട് ആരാധിക്കാൻ തുടങ്ങി. പിന്നീട് ഈ ഹിന്ദുയിസത്തിലുള്ള ഈ ഐഡിൽ വർഷിപ്പ് അതേപോലുള്ള കാര്യങ്ങളെല്ലാം ഈ മഹായാന ബുദ്ധിസത്തിലും വന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധനെ അവരൊരു ദൈവമാക്കി അവർ വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഏതൊക്കെയായിരുന്നു ആ 2 സെക്റ്റ് എന്ന് പറയുന്നത്? ഹീനയാന, മഹായാനയും. ഇനി നമുക്ക് അവരുടെ സ്ക്രിപ്റ്റേഴ്സ്, അവരുടെ എഴുത്ത് അല്ലെങ്കിൽ അവരുടെ വാല്യുബിൾ ആയിട്ടുള്ള ടീച്ചിങ്സ് നമുക്ക് നോക്കാം. ഇനി 3 പീഠകാസ്, അതാണ് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ എന്നറിയപ്പെടുന്നത്. 3 പീഠകാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ബാസ്ക്കറ്റ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ആ 3 പീഠകാസ് അല്ലെങ്കിൽ 3 ബാസ്ക്കറ്റ് ഏതൊക്കെയാണെന്നാണ്? വിനയ പീഠക, സുത പീഠക, അഭിധമ പീഠക. അപ്പം ഏതൊക്കെയാണ് ബുദ്ധിസ്റ്റ് ടീച്ചിങ്സ് അറിയപ്പെടുന്നത്? 3 പീഠകാസ്. അതിൽ ആദ്യത്തേത് വിനയപീഠക, രണ്ടാമത്തത് സൂത്ത പീഠക, മൂന്നാമത്തത് അഭിധമ പിതക. അപ്പം 3 പീഠകൾ നമ്മൾ പഠിച്ചു. ഇനി മറ്റ് ബുക്സ് ഏതൊക്കെയാണ് ബുദ്ധിസത്തിൻ്റെ? ഒന്ന് ജാതകാസ്. ജാതകാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥകൾ, ബുദ്ധനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കഥകളാണ് ജാതകാസിൽ പറയുന്നത്. ഇനി മിലിന്ദ പൻഹ, ഇതാണ് മറ്റൊരു ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 പീഠകാസും മിലിന്ദ പാൻഹയും ജാതകാസും ഇത് 3ഉമാണ് ബുദ്ധിസ്റ്റ് സ്ക്രിപ്റ്റേഴ്സിൽ ഉൾപ്പെടുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അഭിധമ പിതകയുടെ സ്പെല്ലിങ് തെറ്റാണ്. രണ്ട് ഡി ഇല്ല, ഒരു ഡി എ ഉള്ളൂ. DAMA, അഭിധമ, എന്നേ ഉള്ളൂ, MA എന്നേ ഉള്ളൂ, ബാക്കിയില്ല കേട്ടോ. ഇതിൽ തെറ്റാണ് സ്പെല്ലിങ് കൊടുത്തിരിക്കുന്നത്, അഭിധമ പിതക. ഇനി നമുക്ക് ബുദ്ധൻ്റെ ടീച്ചിങ്സ് എന്താണെന്ന് കാണാം. 4 നോബിൾ ട്രൂത്ത്സും
എയ്റ്റ് ഫോൾഡ് പാത്തും. ഇപ്പോൾ 2 സബ് ഹെഡിങ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഏതൊക്കെയാണ്? 4 നോബിൾ ട്രൂത്ത്സും, അതായത് 4 പരമാർത്ഥ സത്യങ്ങൾ, പിന്നീട് 8 ഫോൾഡ് പാത്ത്. ഇനി നമുക്ക് എന്താണ് ഈ 4 സത്യങ്ങൾ എന്ന് നോക്കാം. ദിസ് വേൾഡ് ഇസ് ഫുൾ ഓഫ് മിസറി ആൻഡ് സോറോ. അതായത് ഈ ലോകം നിറഞ്ഞിരിക്കുന്നത് മിസറിയും സോറോയും കൊണ്ടാണ്. അതായത് സങ്കടവും മിസറി എല്ലാം കൊണ്ടാണ് ഈ ലോകം ഫില്ലായേക്കുന്നത് എന്നാണ് ആദ്യമത്തെ സത്യം. ഇനി രണ്ടാമത്തെ സത്യം, ഈ സങ്കടത്തിൻ്റെയും ഇല്ലെങ്കിൽ ഈ മിസറിയുടെ എല്ലാം കാരണം എന്താണ്? മനുഷ്യൻ്റെ ഡിസയറാണ്, ഇല്ലെങ്കിൽ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളാണ് എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് ഈ സങ്കടം? ഇപ്പം നമുക്കൊരു ഒരു ഒരു പ്രോഡക്റ്റ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നിരാശയും വിഷമവും എല്ലാം വരത്തില്ലേ? അപ്പോൾ അതാണ് പറയുന്നത് ആദ്യമത്തത്, ദ വേൾഡ് ഇസ് ഫുൾ ഓഫ് മിസറി ആൻഡ് സോറോ. അപ്പോൾ നമുക്ക് ഈ മിസറിയും സോറോ, ഈ സങ്കടങ്ങളെല്ലാം വരാൻ കാരണം എന്താണ്? നമ്മുടെ ആഗ്രഹങ്ങളാണ്, നമ്മുടെ ഡിസയർ ആണെന്നാണ് പറയുന്നത്. ദ മെയിൻ കോസ് ഓഫ് ഓൾ ദിസ് മിസറി ആൻഡ് സോറോ ഇസ് ഡിസയർ. നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കാത്തത് കൊണ്ടല്ലേ നമുക്ക് ആ വിഷമം വരുന്നത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ ട്രൂത്തായിട്ട് പറയുന്നത്. ഇനി മിസറി ആൻഡ് സോറോ ക്യാൻ ബി എൻഡഡ് ബൈ കില്ലിങ് ദ ഡിസയർ. ഇനി അദ്ദേഹം പറയുന്ന മൂന്നാമത്തെ സത്യം എന്താണ്? ഈ പറയുന്ന മിസറിയും സോറോയും അതെങ്ങനെയാണ് നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റുന്നത്? ഡിസയർ ഉപേക്ഷിക്കുക, അതായത് നമ്മുടെ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കുക. അങ്ങനെയാണ് നമുക്കിത് ഓവർകം ചെയ്യാൻ പറ്റുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം മിസറി സോറോ ക്യാൻ ബി എൻഡഡ് ബൈ കില്ലിങ് ദ ഡിസയർ, അതായത് ആഗ്രഹങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കുക. നമുക്ക് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മിസറിയും നമ്മുടെ സോറോയും എല്ലാം തന്നെ, നമ്മുടെ സങ്കടങ്ങളെല്ലാം തന്നെ നമുക്ക് നീക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ദ ഡിസയർ ക്യാൻ ബി സപ്രസ്ഡ് ഓർ കിൽഡ് ഓൺലി ബൈ ഫോളോയിങ് ദ 8 ഫോൾഡ് പാത്ത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിസയർ നമ്മൾ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡിസയർ ഉപേക്ഷിക്കണമെങ്കിൽ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അത് നശിപ്പിച്ച് കളയണമെങ്കിൽ എന്ത് മാർഗത്തിലൂടെയാണ് നമുക്ക് സാധിക്കുന്നത്? 8 ഫോൾഡ് പാത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ഡിസയർ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ഉപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ 4 നോബിൾ ട്രൂത്ത്സ് എന്തൊക്കെയാണ്? ഈ ലോകം, അതായത് ദിസ് വേൾഡ് ഇസ് ഫുൾ ഓഫ് മിസറി ആൻഡ് സോറോ. നമ്മുടെ ഈ ലോകം നിറഞ്ഞിരിക്കുന്നത് മിസറിയും സോറോയും കൊണ്ടാണ്, അല്ലെങ്കിൽ നിരാശ കൊണ്ടാണ്, സങ്കടം കൊണ്ടാണ്. അപ്പോൾ എന്താണ് ആ നിരാശയുടെ കാരണം എന്ന് പറയുന്നത്? അതാണ് രണ്ടാമത്തെ സത്യം. ദ മെയിൻ കോസ് ഓഫ് ഓൾ ദിസ് മിസറി ആൻഡ് സോറോ ഇസ് ഡിസയർ. ആഗ്രഹങ്ങളാണ് ഈ സങ്കടത്തിനും നിരാശയ്ക്കും എല്ലാം തന്നെ കാരണം. ഇനി എങ്ങനെയാണ് ഈ സങ്കടങ്ങൾ മാറ്റുന്നത്? ആഗ്രഹങ്ങൾ കില്ല് ചെയ്യുക, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നതിലൂടെയാണ് ഈ സങ്കടങ്ങളെല്ലാം മാറുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുന്നത്? ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുന്ന 8 ഫോൾഡ് പാത്ത് ഫോളോ ചെയ്താൽ മാത്രമേ ഈ ആഗ്രഹങ്ങളെല്ലാം തന്നെ, ഡിസയർ എല്ലാം നമുക്ക് പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കളയാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് 8 ഫോൾഡ് പാത്ത് എന്താണെന്ന് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 നോബിൾ ട്രൂത്ത്സും 8 ഫോൾഡ് പാത്തും നമ്മൾ ഇനി മുകളിലോട്ടുള്ള ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എല്ലാം തന്നെ ഇത് ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ട. അപ്പോൾ ഇത് പഠിച്ചേ മതിയാവും. അപ്പം നല്ലോണം വായിക്കണം, നല്ലോണം പഠിക്കണം, ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുക. ഇനി 8 ഫോൾഡ് പാത്ത് എന്തൊക്കെയാണ്? റൈറ്റ് ബിലീഫ്, റൈറ്റ് സ്പീച്ച്, റൈറ്റ് ലിവിങ്, റൈറ്റ് റീകളക്ഷൻ, റൈറ്റ് തോട്ട്, റൈറ്റ് ആക്ഷൻ, റൈറ്റ് എഫേർട്ട്, റൈറ്റ് മെഡിറ്റേഷൻ. ഇനി ഇത് എന്താണ് ഇങ്ങനെ 8 ഫോൾഡ് പാത്ത്? അപ്പം ശരിയായിട്ടുള്ള റൈറ്റ് ബിലീഫ്, ശരിയായിട്ടുള്ള വിശ്വാസമായിരിക്കണം. അപ്പം നമ്മളൊരു ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഇല്ലെങ്കിൽ നമ്മൾ മനുഷ്യരിൽ വിശ്വസിക്കുന്നു, നമ്മൾ മുറുകെ പിടിക്കുന്ന വിശ്വാസം എന്താണ് അത് കറക്റ്റായിരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ റൈറ്റ് ബിലീഫ്. ഇനി രണ്ടാമത്തത് റൈറ്റ് സ്പീച്ച്. നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾ, നമ്മൾ പറയാറില്ലേ ഇപ്പം പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പം നമ്മൾ പറയുന്ന വാക്കുകളെല്ലാം തന്നെ, നമ്മൾ കൊടുക്കുന്നതായാലും, നമ്മളൊരാളോട് പറയുന്നതായാലും, നമ്മൾ വേറൊരാൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതായാലും, അതെല്ലാം തന്നെ പൂർണ്ണമായും ശരിയായിരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ റൈറ്റ് സ്പീച്ച്. ഇനി റൈറ്റ് ലിവിങ് ആയിരിക്കണം. നമ്മൾ ജീവിക്കുന്ന രീതി, നമ്മുടെ ജീവിത രീതി, ഇതെല്ലാം തന്നെ ശരിയായിട്ടുള്ളൊരു ക്രമത്തിലായിരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി റൈറ്റ് റീകളക്ഷൻ. ശരിയായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ ഓർത്തെടുക്കുന്ന കാര്യങ്ങൾ, ഇല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ റീകളക്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ കറക്റ്റായിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി റൈറ്റ് തോട്ട്, അതായത് നമ്മുടെ ചിന്തകളെല്ലാം ശരിയായിരിക്കണം. അല്ലെങ്കിൽ നന്മ മാത്രമേ നമ്മൾ ചിന്തിക്കാവൂ, തിന്മയായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കരുത്. അപ്പം നമ്മുടെ ചിന്തകൾ, തോട്ട്സ്, അത് റൈറ്റ് ആയിരിക്കണം, ശരിയായിരിക്കണം എന്നാണ് പറയുന്നത്. അടുത്ത റൈറ്റ് ആക്ഷൻ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മറ്റുള്ളവർ ഒരിക്കലും ദ്രോഹിക്കരുത്. നമ്മൾ
ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകരുത്. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കറക്റ്റ് ആയിട്ടുള്ളതായിരിക്കണം, റൈറ്റ് ആയിട്ടുള്ളതായിരിക്കണം. ഇനി നമ്മുടെ എഫേർട്ട്, റൈറ്റ് എഫേർട്ട്, ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട്, ഇപ്പം ഒരാളെ സഹായിക്കാനാണെങ്കിൽ പോലും ഇപ്പം നമ്മളെടുക്കുന്ന ആ ഒരു എഫേർട്ട് അത് കറക്റ്റ് ആയിട്ടുള്ളതായിരിക്കണം. ഇപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിലൊരു കാര്യം നേടിയെടുക്കാനാണെങ്കിൽ പോലും നമ്മളതിലിടുന്ന എഫേർട്ട് അത് കറക്റ്റ് ആയിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്, റൈറ്റ് ആയിരിക്കണം. ഇനി അവസാനത്ത് റൈറ്റ് മെഡിറ്റേഷൻ. എന്താണ് അദ്ദേഹം പറയുന്നത് റൈറ്റ് മെഡിറ്റേഷനിലൂടെ? ജീവിതത്തിൽ ഒരു മെഡിറ്റേഷൻ വേണം. അതായത് നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ കറക്റ്റായിട്ട് അതിനൊരു റിലാക്സേഷൻ പോലെ, ഒരു മെഡിറ്റേഷൻ, ധ്യാനം പോലെ നമ്മൾ സ്വയമേ ചെയ്യണം. അത് നമ്മുടെ മനസ്സിനെ ഏകീകൃതമാക്കാനായിട്ട്, നമ്മുടെ മനസ്സ് കറക്റ്റാവും, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റാവാനായിട്ട്, ഈ പറഞ്ഞ 8 ഫോൾഡ് പാത്തിലുള്ള ബാക്കി 7 കാര്യങ്ങളും കറക്റ്റായി വരാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് അദ്ദേഹം റൈറ്റ് മെഡിറ്റേഷൻ പറയുന്നത്. ഇപ്പം നമ്മൾ ധ്യാനിക്കുവാണെങ്കിൽ, കുറച്ച് നേരം കണ്ണും പൂട്ടിയിരുന്ന് ധ്യാനിക്കുവാണെങ്കിൽ, മറ്റൊരു കാര്യങ്ങളും മനസ്സിൽ ചിന്തിക്കാതെ നമ്മൾ ധ്യാനിക്കുവാണെങ്കിൽ, നമുക്ക് ഈ പറഞ്ഞ 8 ഫോൾഡ് പാത്തിലെ 7 എണ്ണവും, മെഡിറ്റേഷൻ നമ്മൾ പറഞ്ഞു 8ാമത്തെയാണ്. അപ്പോൾ ഈ 7 എണ്ണം നേടിയെടുക്കാനായിട്ട് ഏറ്റവും അധികം സഹായിക്കുന്നത് റൈറ്റ് മെഡിറ്റേഷൻ തന്നെയാണ്. അപ്പോൾ ഇതാണ് 8 ഫോൾഡ് പാത്ത് എന്ന് പറയുന്നത്. 8 ഫോൾഡ് പാത്തും ഈ 4 നോബിൾ ട്രൂത്ത്സും അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഈ 4 നോബിൾ പാത്ത്സും 4 നോബിൾ ട്രൂത്ത്സും 8 ഫോൾഡ് പാത്തും ഇത് രണ്ടും കൂടെ ഫോളോ ചെയ്ത ഉള്ള ഒരു ലൈഫാണ് ബുദ്ധൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ അറിയപ്പെടുന്നതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതിനെ അറിയപ്പെടുന്നതാണ് മിഡിൽ പാത്ത് എന്ന് പറയുന്നത്. ബുദ്ധൻ ഫോളോ ചെയ്തിരുന്നത് മിഡിൽ പാത്ത് ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം മഹാവീരനെ അപേക്ഷിച്ച് അദ്ദേഹം മിഡിൽ പാത്ത് ആയിരുന്നു ഫോളോ ചെയ്യുക. എന്തായിരുന്നു ഈ മിഡിൽ പാത്ത്? 4 നോബിൾ ട്രൂത്ത്സ്, അതായത് പരമാർത്ഥ സത്യങ്ങൾ, 4 പരമാർത്ഥ സത്യങ്ങളും 8 ഫോൾഡ് പാത്തും 8 എണ്ണം ഉണ്ട് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം ഇത് രണ്ടും ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് ജീവിക്കുന്ന ഒരു ജീവിത മാർഗ്ഗമാണ് നമ്മുടെ മിഡിൽ പാത്ത് എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ള മെയിൻ പോയിൻ്റ് അഹിംസ. അദ്ദേഹം മഹാവീരനെ പോലെ തന്നെ അഹിംസയിൽ വളരെയധികം ശ്രദ്ധിച്ചിരുന്ന ഒരാളാണ്. അതായത് അദ്ദേഹം അഹിംസ വളരെയധികം സ്ട്രെസ് ചെയ്തിരുന്നു. മൃഗങ്ങളെ ആയാൽ പോലും, മനുഷ്യരെ ആയാലും, ഇല്ലെങ്കിൽ ചെറിയ ചെറിയ ജീവികളെ ആയാലും ആർക്കും ഒരു ഉപദ്രവവും അദ്ദേഹം ഉണ്ടാക്കിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അഹിംസ സ്ട്രെസ് ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു മഹാവീരനും ബുദ്ധനും. രണ്ടുപേരും അഹിംസ സ്ട്രെസ് ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. ഇനി നിർവാണ. ഇനി ബുദ്ധൻ്റെ ഒരു അഭിപ്രായത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു മെയിൻ ഗോളെന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ, മനുഷ്യൻ്റെ ജീവിതത്തിലൊരു എയിം എന്ന് പറയുന്നത് അറ്റൈൻമെൻറ്റ് ഓഫ് നിർവാണയാണ്. അതായത് നിർവാണ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സാൽവേഷൻ നേടിയെടുക്കുക എന്നതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു എയിം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൻ്റെ ഗോളെന്ന് പറയുന്നത് എന്താണ്? നിർവാണ അറ്റൈൻ ചെയ്യുക, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള സാൽവേഷൻ അറ്റൈൻ ചെയ്യുക എന്നതാണ്. ഇനി സാൽവേഷൻ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള അൾട്ടിമേറ്റ് സാൽവേഷൻ അല്ലെങ്കിൽ നിർവാണം എങ്ങനെയാണ് അറ്റൈൻ ചെയ്യുന്നതെന്ന് പറയുന്നത് 8 ഫോൾഡ് പാത്തിലൂടെയും വെർച്വസ് ആയിട്ടുള്ള ഒരു ജീവിതത്തിലൂടെയും, അതായത് ഉത്തമ ജീവിതത്തിലൂടെയും 8 ഫോൾഡ് പാത്തിലൂടെയും മാത്രമാണ് ഈ പൂർണ്ണമായിട്ടുള്ള സാൽവേഷൻ അല്ലെങ്കിൽ നിർവാണ അറ്റൈൻ ചെയ്യാൻ സാധിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അദ്ദേഹവും കർമ്മയുടെ തിയറിയിൽ ബിലീവ് ചെയ്തിരുന്നു. ഹിന്ദുസിനെ പോലെയും ജെയിൻസിനെ പോലെയും തന്നെ മനുഷ്യന് അദ്ദേഹത്തിൻ്റെ കർമ്മയുണ്ടായിരുന്നു. നല്ലത് ചെയ്യുന്നവർ നല്ല കാര്യങ്ങൾ, ചീത്ത ചെയ്യുന്നവർക്ക് മോശപ്പെട്ടൊരു ജീവിതവും കിട്ടുമെന്ന് അദ്ദേഹം കരുതിയിരുന്നു. അപ്പോൾ അപ്പം നമ്മുടെ മനുഷ്യൻ്റെ കർമ്മത്തിൽ നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്ക് നല്ലത് വരുമെന്നും, മോശമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് മറ്റുള്ള ഉപദ്രവിക്കുന്ന പോലെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അതനുസരിച്ച് മോശപ്പെട്ട ആ ഒരു സാഹചര്യം വന്നു ചേരുമെന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അപ്പോൾ കർമ്മയിൽ വിശ്വസിച്ചിരുന്നു അദ്ദേഹം. ഇനി ജൈനിസത്തിലെ പോലെ തന്നെ ബുദ്ധിസത്തിലും ബുദ്ധൻ ഈ യാഗങ്ങളിൽ, സാക്രിഫൈസസിൽ, ഈ റിച്വൽസിൽ ഇതിലൊന്നും തന്നെ അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. അപ്പം നോ ഫെയ്ത്ത് ഇൻ യജ്ഞാസ്, സാക്രിഫൈസസ് ആൻഡ് റിച്വൽസ്. അപ്പം മഹാവീരനെ പോലെ തന്നെ ബുദ്ധനും ഇതിൽ യാതൊരു ഫെയ്ത്തും ഇല്ലായിരുന്നു. അടുത്തത് പറയുന്നത് കാസ്റ്റ് സിസ്റ്റം. അദ്ദേഹത്തിന് കാസ്റ്റ് സിസ്റ്റത്തിൽ യാതൊരു തരത്തിലുള്ള വിശ്വാസവും ഇല്ലായിരുന്നു. അങ്ങനെയുള്ള ഒന്നും തന്നെ ബുദ്ധിസത്തിൽ ഇല്ലായിരുന്നു. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു മഹാവീരൻ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നില്ല എന്ന്. ഇനി ബുദ്ധൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം എവിടെയും ദൈവത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം
വിശ്വസിച്ചിരുന്നില്ല അങ്ങനൊന്നും പറയുന്നില്ല. പക്ഷെ അദ്ദേഹം ദൈവത്തിൻ്റെ കാര്യം സൈലൻ്റ് ആയിരുന്നു. അയാൾ ബുദ്ധൻ എന്ന് പറയുന്നത് ലൈഫ് ലോങ്ങിൽ അദ്ദേഹം ദൈവത്തിനെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. അപ്പം നമ്മളിന്ന് പഠിച്ചത് ബുദ്ധിസമാണ്. ബുദ്ധിസത്തിൻ്റെ ഫൗണ്ടർ ആരായിരുന്നു? ഗൗതമ ബുദ്ധ. അദ്ദേഹം ഒരു രാജകുമാരനായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയിലെല്ലാം തന്നെ മാറി അൾട്ടിമേറ്റ് ആയിട്ടുള്ള നോളജ് തേടി ഇറങ്ങി അദ്ദേഹം ദ ഗ്രേറ്റ് റിനൗൺസിയേഷൻ ചെയ്യുന്നു. പിന്നീട് അദ്ദേഹം പൂർണ്ണ അറിവ് നേടിയ ശേഷം അദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിൾസിനെല്ലാം തന്നെ 4 നോബിൾ ട്രൂത്ത്സും 8 ഫോൾഡ് പാത്തും ഇത് രണ്ടിലൂടെയാണ് നമുക്ക് സാൽവേഷൻ നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. അപ്പം മഹാവീരൻ്റെ ജൈനിസത്തിലുള്ള പ്രിൻസിപ്പിൾസും ബുദ്ധിസത്തിലെ പ്രിൻസിപ്പിൾസും ഏകദേശം ഒരേപോലെയാണ്. പക്ഷേ അവരതേപോലെ തന്നെ ഡിഫറൻസും ഉണ്ട്. അത് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം ടെക്സ്റ്റ് നല്ല രീതിയിൽ വായിക്കുക. 2 റിലീജിയൻസും ഒരേ പ്രിൻസിപ്പിൾസാണ്. ഇപ്പം കാസ്റ്റ് സിസ്റ്റത്തിൽ അവർ വിശ്വസിച്ചിരുന്നില്ല. ഇപ്പം ദൈവത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മഹാവീരൻ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നില്ല. ബുദ്ധനാണെങ്കിൽ ദൈവത്തിൻ്റെ കാര്യം എവിടെയോട്ട് പറയുന്നുമില്ല, സൈലൻ്റ് ആയിരുന്നു അദ്ദേഹം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ബുദ്ധിസവും ജൈനിസവും തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിഫറൻസസും. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ജൈനിസം എന്താണെന്ന് പഠിക്കണം, അതിൻ്റെ പ്രിൻസിപ്പിൾസ് പഠിക്കണം. അഹിംസയൊക്കെ 2 ഇടത്തും വരുന്നുണ്ട്. അപ്പം കാസ്റ്റ് സിസ്റ്റം, അതേപോലുള്ള റിച്വൽസ്, സാക്രിഫൈസ് ഇതൊന്നും തന്നെ വിശ്വസിച്ചിരുന്നില്ല 2 പേരും. അപ്പം സിമിലാരിറ്റീസും ഉണ്ട്, ഡിഫറൻസും ഉണ്ട്. അപ്പോൾ കൺഫ്യൂസ് ഒന്നും ആകാതെ ശ്രദ്ധയോടെ പഠിക്കുക. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തരുന്നതായിരിക്കും. ടെക്സ്റ്റ് നല്ലപോലെ വായിക്കുക. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ ടെക്സ്റ്റ് വായിക്കുക. കൺഫ്യൂഷനൊന്നും വേണ്ട. ഒരു ചെറിയ കഥ പഠിക്കുന്ന പോലെ 2ഉം പഠിക്കുക. താങ്ക് യു.